കണ്ണിന്റെ രക്തധമനികളെല്ലാം തിളച്ചു മറിയുന്ന പലപോലെ ആടുകളുടെ പുറത്തേക്ക് തള്ളി വന്നപ്പോ ശംഖുകുട്ടിപ്പോയ സ്വഹാബാക്കളെ നോക്കി നിൽക്കുകയാ. ആ സ്വഹാബിയെ കൊന്നുകളഞ്ഞു. അടുത്ത സ്വഹാബിയെ വിളിച്ചു നിർത്തിയിട്ട ഇതുപോലെ ജബലിലേക്ക് ബന്ധിച്ചിട്ട ഹുദാഫയോട് ചോദിക്കുന്നു, ഹുദാഫ, നിനക്ക് ഇസ്ലാമീന്ന് മാറാൻ തയ്യാറുണ്ടോ? റസൂലുള്ളാഹി തങ്ങളെ മാറ്റി പറയാ, അവരെ മോശമാക്കാൻ നിന്ദിക്കാൻ തയ്യാറുണ്ടോ? അവരുടെ വില കുറച്ച് പറയാൻ തയ്യാറുണ്ടോ? ഹുദാഫ പറയുക, ഇല്ല ഇല്ല, ഞാൻ തയ്യാറല്ല, ഒരിക്കലുമില്ല. ഇസ്ലാമിന് മാറാൻ ഞാൻ തയ്യാറല്ലടോ. അതാ ചാടി നിർത്തിയ സ്വഹാബിയുടെ ഓരോ രോഗങ്ങളും അതാ വലിച്ചു പൂഞ്ഞിട്ട് ആ രോഗങ്ങളുടെ എണ്ണങ്ങളൊക്കെ ശരീരത്തിലേക്ക് ചുട്ടുകൊടുക്കാൻ ഇവർ അടിച്ചടിച്ചു കേൾക്കുന്നു. സ്വഹാബിയതാ പിണഞ്ഞു പിണഞ്ഞ് മരിക്കുകയാ. അവസാനമതാ വേറൊരു സ്വഹാബിയെ കൊണ്ടുവരുന്നു. കൊണ്ടുവന്നിട്ട് വിരല് മുറിക്കുന്നു, കൈ മുറിക്കുന്നു, മുട്ടുവരെ മുറിക്കുന്നു. ഓരോ മുറിവിക്കുമ്പോൾ പിടഞ്ഞു പിടഞ്ഞു കൊടുക്കുന്നതാ സ്വഹാബാക്കളെ പിടഞ്ഞുകൊണ്ട് വല്ലാതെ വേദനിക്കുമ്പോ ഇങ്ങനെ അന്തം താളിച്ചുകൊണ്ട് വേദനയോട് സ്വന്തം സഹോദരന്റെ കൈമുറിക്കുന്നതെന്ന് വെക്കുമ്പോ ഹുദാഫയോട് ചോദിക്കുന്നു, ഹുദാഫ, നീ ഇനിയെങ്കിലും മാറാൻ തയ്യാറുണ്ടോ? ഹുദാഫ പറയുന്നു, ഇല്ല ഇല്ല, ഇല്ലയോ, നീ എന്തായവത്തുണ്ടോ എന്ന് വെച്ചുകുറിച്ചാൽ ഹുദാഫ മാറാൻ തയ്യാറല്ലാന്ന് പറയുമ്പോ ഓരോ സഹോദരങ്ങളും അതാ വെട്ടികുറുക്കി വെട്ടുകുറുക്കി കഷ്ടമാക്കി മുറിക്കുകയുള്ളൂ. വല്ലാതെ വേദനിച്ചുകൊണ്ട് കൊണ്ടുകളയുമ്പോ അവസാന ഹുദാഫയെ വിളിച്ചു ചോദിക്കുന്നു, ഹുദാഫ, ഇനിയെങ്കിലും മാറാൻ തയ്യാറുണ്ടോ? ഹുദാഫ പറഞ്ഞു, ഇല്ല ഇല്ല, ഒരിക്കലും അല്ലാഹു അഹദ് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഞാൻ മാറ്റി പറയൂല. ഹുദാഫ പറയുന്നല്ലാതെ റസൂലിന് എന്റെ ഹബീബാകി മനസ്സിനെ വെച്ചിടാ താലോലിച്ച് പ്രതിഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഒരിക്കലും മാറ്റൂല. അത് ഹുദാഫ പറയുമ്പോ കൈസറിന് ദേഷ്യം വരുകയാ. കൈസരതാ പ്രഖ്യാപിച്ചു, ആ നാട്ടിൽ കിട്ടുന്ന ഏറ്റവും വലിയ അണ്ടാവ് പോലെയൊക്കെ ജലം കൊണ്ടുപോവാ. ആ ജലം കൊണ്ടുവിട്ട് വെക്കുന്നു. അതിനടിയിലേക്ക് അതാ ലോട് പുറക്കിലുള്ള വിരൽ കത്തിക്കുന്നു. ആ അണ്ടാവിലേക്ക് സൈത്തന്റെ പകരുന്നു, റിമേയിൽ നിൽക്കുന്നു. എല്ലാ എണ്ണയതാ കത്തിച്ച് തിളപ്പിക്കുകയാ. എണ്ണയതാ തിളച്ചു തിളച്ചു പറയുമ്പോ ഹുദാഫയോട് ചോദിക്കുകയാ, ഹുദാഫ, ഇസ്ലാമിന് മാറാൻ തയ്യാറുണ്ടോ? അല്ലാഹുവിന്റെ റസൂലിനെ